വി ഡി സതീശനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിക്കുമ്പോൾ പൊതുവെ ഉണ്ടായിരുന്ന ഒരു സംശയം, അല്ലെങ്കിൽ പൊതുവെ ഉണ്ടായിരുന്നൊരു വിശ്വാസം, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരില്ല എന്നുള്ളതായിരുന്നു. ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് മന്ത്രിസഭയിൽ ചേരണം എന്ന് പറയുമ്പോഴും അദ്ദേഹം ചേരും എന്നാരും വിചാരിച്ചില്ല. അദ്ദേഹം മന്ത്രിസഭയിൽ ചേരും എന്ന് വി ഡി സതീശന് കരുതിയില്ല. അതുകൊണ്ട് രമേശ് ജി വരണം, മന്ത്രിസഭയിൽ ചേരണം, ഏത് വകുപ്പ് ചോദിച്ചാലും തരാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും ഇവരാരും വിചാരിച്ചില്ല പുള്ളി മന്ത്രിസഭയിൽ ചേരാൻ തയ്യാറാവും എന്ന്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ആ അവസരം കൃത്യമായിട്ട് വിനിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ആഭ്യന്തരവും വിജിലൻസും തരാമെങ്കിൽ ഞാൻ ചേരാം എന്ന് പറഞ്ഞു. അപ്പോൾ സതീശൻ കുടുങ്ങിപ്പോയി. കാരണം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഭരിക്കണം, എന്നാലേ ഈ ഭരണം സുഗമമാവൂ എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെയുണ്ട്. അത് വെറും തെറ്റാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. ആഭ്യന്തരം ചെറിയ വകുപ്പല്ല, അത് ഭരിക്കാനായിട്ടൊരു മുഴുവൻ സമയം മന്ത്രിയുടെ ആവശ്യമുണ്ട്. ആഭ്യന്തരം ഭരിക്കുന്ന ആൾ തന്നെ വിജിലൻസും ഭരിക്കണം, എന്നാലേ അതിനൊരു ഗുമ്മുണ്ടാവും. ആഭ്യന്തരം ഒരാളും വിജിലൻസ് വേറെ ആളും ഭരിക്കുന്നത് ശരിയായ കാര്യമല്ല, അത് ശരിയായ രീതിയുമല്ല. പട്ടികജാതി വകുപ്പ് ഒരാളും പട്ടികവർഗ വകുപ്പ് വേറെ ആളും ഭരിക്കുന്ന പോലെ അതൊക്കെ ശുദ്ധ തോന്നിവാസമാണ്. ഏതായാലും ആഭ്യന്തരവും വിജിലൻസും ചോദിച്ചു, അത് കൊടുക്കേണ്ടതായിട്ട് വന്നു, കൊടുത്തു. അങ്ങനെ രമേശ് ചെന്നിത്തല കേരളത്തിൽ ആഭ്യന്തരത്തിൻ്റെയും വിജിലൻസിൻ്റെയും ചുമതലക്കാരനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ വകുപ്പ് സ്വീകരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ചിലർക്കൊക്കെ വലിയ വിഷമമുണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത് നമ്മുടെ മീഡിയ വൺ ചാനലിലാണ്. അവർ ആഭ്യന്തരമന്ത്രിയായിട്ട് വേറെ ആരെയുമാണ് മനസ്സിൽ കണ്ടത്, സതീശനെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലുമാണ്. രമേശ് ഈ വകുപ്പ് എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അടുപ്പ് കൂട്ടി ചർച്ച, അടുപ്പ് കൂട്ടാതെ ചർച്ച, പലതരം ചർച്ചകൾ, പല ആശയപ്രകടനങ്ങൾ, ഇവരുടെ സൈബർ ഹാൻഡിലുകൾ എന്നൊക്കെയുള്ള വലിയ വലിയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഹൈക്കമാൻഡ് അത് ഗവനിച്ചില്ല, സതീശന് ഗവനിച്ചില്ല, രമേശ് ചെന്നിത്തല ഒട്ടും ഗവനിച്ചില്ല. അങ്ങനെ ഇദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അവർ പല പരാതികളും പറയുന്നുണ്ട്. ഇദ്ദേഹമാണ് പണ്ട് TP സെൻകുമാറിനെ പോലീസ് മേധാവിയായിട്ട് നിയമിച്ചത്, സെൻകുമാർ തന്നെ തുടരണം എന്ന് വാശി പിടിച്ചത്. പിന്നെ രമേശ് ചെന്നിത്തല RSS ആശയക്കാരനാണ്. കേരളത്തിലെ സംഘി പോലീസിനെ സംഘികളായിട്ട് നിലനിർത്തുന്ന ഉത്തരവാദിത്തമാണ് ചെന്നിത്തലയ്ക്കുള്ളത്. സതീശൻ ഒരു കാരണവശാലും ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. വിട്ടുകൊടുത്തെങ്കിൽ തന്നെ അത് തിരിച്ചു പിടിക്കേണ്ടതായിരുന്നു. അങ്ങനെ നിരന്തരമായ ആശയങ്ങൾ നമ്മുടെ നിഷാദ് റാവുത്തരും ദാവൂദ് സാഹിബും മറ്റ് സാഹിബുമാരും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജോലി വർദ്ധിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല എങ്ങനെയും ഉന്തിത്തള്ളി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിൽ നിന്ന് ഈ ആഭ്യന്തരവും വിജിലൻസും തിരിച്ചെടുക്കുന്നവരെ അവർക്ക് വിശ്രമം ഉണ്ടാവില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഈ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഭരിക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. 1957 കേരള മന്ത്രിസഭ ഉണ്ടായപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം, ഏതാനും മാസങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല, ദിവസങ്ങൾ, മുഖ്യമന്ത്രി നമ്പൂരിപ്പാട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് നമ്മളെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അങ്ങനെ ആഭ്യന്തര വകുപ്പ് VR കൃഷ്ണയ്യരെ ഏൽപ്പിച്ചു. പിന്നെ വിമോചന സമരമൊക്കെ തുടങ്ങുന്ന സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണയ്യരിൽ നിന്ന് അതെടുത്തിട്ട് അച്യുതമേനോനെ ഏൽപ്പിച്ചു. അച്യുതമേനോൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ അങ്കമാലി വെടിവെപ്പൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ചോരക്കൊതിയ ചേലാട നിന്നെ പിന്നെ കണ്ടോളാം എന്നുള്ള മുദ്രാവാക്യം ഉണ്ടായത്. 1960 പട്ടത്തിൻ്റെയും പിന്നീട് R ശങ്കറിൻ്റെയും മന്ത്രിസഭകളിൽ കരുത്തനായ PT ചാക്കോ വരുന്നു ആഭ്യന്തരമന്ത്രി. കേരളം കണ്ട ഏറ്റവും ഗംഭീരനായ ആഭ്യന്തരമന്ത്രി PT ചാക്കോ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അന്ന് നമ്മളൊന്നുമില്ല. അത് പിന്നീട് നമ്മൾ കാണുന്ന ഒരു നല്ല ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അത് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ. ഞാൻ പറയാൻ വന്നത് പിന്നെയും അതൊക്കെ തന്നെയാണ് തുടർന്നിരുന്നത്. EMS അച്യുതമേനോൻ്റെ മന്ത്രിസഭയിൽ ആദ്യം CH മുഹമ്മദ് കോയ ആയിരുന്നു, പിന്നീട് K കരുണാകരനായിരുന്നു. അതിനുശേഷം K കരുണാകരൻ മുഖ്യമന്ത്രി ആയപ്പോൾ KM മാണിയായിരുന്നു. KM മാണി രാജിവെച്ച് ഇലക്ഷൻ കേസ് തോറ്റ് രാജിവെച്ചപ്പോൾ P ജോസഫായിരുന്നു. പിന്നീട് 1980 നായനാരുടെ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈയാളിയത് TK രാമകൃഷ്ണനായിരുന്നു. രാമകൃഷ്ണൻ വളരെ പരമപരാജയമായിരുന്നു ആഭ്യന്തരമന്ത്രി. അത് മന്ത്രിസഭയുടെ തന്നെ പ്രതിച്ഛായ ബാധിച്ചു. മന്ത്രിസഭ രാജിവെക്കാനുണ്ടായ കാരണങ്ങൾ ഈ പോലീസ് വകുപ്പിൻ്റെ പോലീസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ കെടുകാര്യസ്ഥയും കയ്യാങ്കളിയുമായിരുന്നു. ക്രമസമാധാന തകർച്ചയായിരുന്നു. 1982 കരുണാകരൻ വന്നപ്പോൾ അദ്ദേഹം തന്നെ ഭരിച്ചുകളയെന്ന് വരിച്ചില്ല, ആഭ്യന്തര വകുപ്പ് വയലാർ രവി കൊടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കരുണാകരൻ തോന്നി ആഭ്യന്തരം ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല, അത് അണ്ടർവെയർ ഇടാതെ മുണ്ടെടുക്കുന്ന പോലെയാണെന്ന് തോന്നിയിട്ട് പുള്ളി ഈ രവിയുടെ അണ്ടർവെയർ ഊരി വാങ്ങിച്ചു. അങ്ങനെ രവി മന്ത്രിസഭയിൽ രാജിവെച്ചു. കരുണാകരൻ ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടർന്നു. 87 നായനാരാണ് പിന്നെ ഈ തെറ്റായ കീഴ്വഴക്കം തുടങ്ങി വെച്ചത്. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഭരിക്കാൻ തുടങ്ങി.
പക്ഷേ ആഭ്യന്തര വകുപ്പ് ശരിക്കും ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ആയിരുന്നില്ല. മുഖ്യമന്ത്രി ഉലുവ കഷായമൊക്കെ കുടിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കുക. അന്ന് മുഖ്യൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന AP കുര്യൻ പോലീസിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹം നല്ല കാര്യക്ഷമതയുള്ള ആളായതുകൊണ്ട് കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. പിന്നീട് 91 കരുണാകരൻ വന്നപ്പോൾ ആഭ്യന്തരം പുള്ളി തന്നെ കയ്യിൽ വെച്ചു. പുള്ളി തന്നെ ഭരിച്ചു. AK ആൻ്റണി വന്നപ്പോൾ AK ആൻ്റണിയും അത് തന്നെ ചെയ്തു. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. പിന്നെ VS വരുമ്പോഴാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. VSൻ്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉമ്മൻചാണ്ടി പല കേസുകളിലൊക്കെ പെട്ടു, പല തർക്കങ്ങളുണ്ടായി. പിന്നെ ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരുവഞ്ചൂരിന് ആഭ്യന്തരം കൊടുത്തത്. വിജിലൻസ് അതിന് മുമ്പ് തന്നെ കൊടുത്തിരുന്നു. അങ്ങനെ തിരുവഞ്ചൂരിന് ശേഷം രമേശ് ചെന്നിത്തലയും ആഭ്യന്തരമന്ത്രിമാരായിട്ട് കേരളം ഭരിച്ചു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് പുതിയ വേറൊരു മന്ത്രി ഭരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. പോലീസുകാരെ നയിക്കാനും നിയന്ത്രിക്കാനും അവരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ആഭ്യന്തരമന്ത്രി വേറെ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. രമേശിനാണെങ്കിൽ ഈ വകുപ്പ് ഭരിച്ചിട്ട് പരിചയവുമുണ്ട്. ഒന്നുകിൽ തിരുവഞ്ചൂർ അല്ലെങ്കിൽ രമേശാണ് ആഭ്യന്തരമന്ത്രിയാകാൻ നല്ലത്. കാരണം ഭരണപരിചയമുള്ള വേറെ കോൺഗ്രസ്സുകാരും തന്നെയില്ല. മുരളീധരനാണെങ്കിൽ പിന്നെ കരുണാകരൻ്റെ മകൻ എന്നൊരു കെയർ ഓഫ് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചില്ല, ചോദിച്ചില്ല. പുള്ളിക്ക് ആരോഗ്യം മതി, ദേവസ്വം കൂടി കിട്ടിയാൽ കൂടുതൽ നന്നായി, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയെ നിയമിച്ചതുകൊണ്ട് സതീശൻ്റെ സ്ഥാനത്തിനോ മഹത്വത്തിനോ എന്തെങ്കിലും കുറവ് സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അധികം ആരും ചെയ്യാത്ത ഒരു സാഹസമാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ധനകാര്യ വകുപ്പ് സ്വന്തമായിട്ട് ഭരിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സാമ്പത്തിക വിഷയങ്ങളിലുള്ള പ്രാവീണ്യമൊക്കെ ഞാൻ അംഗീകരിക്കും. എന്നാൽ പോലും അതെടുത്താൽ പോകാത്തൊരു ഭാരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ ഓർമ്മയിൽ ഈ ധനകാര്യ വകുപ്പ് നേരിട്ട് കൈയാളിയ ഒരു മന്ത്രിയേ ഉണ്ടായിട്ടുള്ളൂ, ഒരു മുഖ്യമന്ത്രിയേ ഉണ്ടായിട്ടുള്ളൂ. അത് R ശങ്കറായിരുന്നു. അത് ചെറിയൊരു പീരീഡിലാണ്. അപ്പോൾ അങ്ങനെ ധനകാര്യ വകുപ്പ് കൂടി കൈയാളുന്ന, എടുത്താൽ പൊങ്ങാത്ത ഭാരം, അത് കാലിയായ ഖജനാവും കൊണ്ടുപോകാനാണ് നമ്മുടെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെ വരും എന്ന് പറയാൻ ആളല്ല. ഏതായാലും ആഭ്യന്തര വകുപ്പ് കാര്യക്ഷമത കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം ഈ മനുഷ്യൻ്റെ തലയും തെങ്ങിൻ്റെ കുലയും സംരക്ഷിക്കാനായിട്ട് പോലീസ് പ്രതിജ്ഞാബദ്ധമായിരിക്കണം. അതിൽ കഴിവും കാര്യക്ഷമതയുള്ള ആളുകളെ, പ്രാപ്തരായ ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ വെക്കണം. കഴിവില്ലാത്തവരെ കൈക്കൂലിക്കാരെ ഒന്നും പിരിച്ചുവിടാൻ പറ്റില്ല. പക്ഷേ അവരെ പ്രധാനമല്ലാത്ത അല്ലെങ്കിൽ അപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരുത്തിയില്ലെങ്കിൽ ഇവർ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ തലയിൽ കയറിയിരിക്കും. അത് വലിയ കലാപത്തിലേക്കും ക്രമസമാധാന തകർച്ചയിലേക്കും നയിക്കും. ഇതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഭരണം നന്നാവട്ടെ, മനുഷ്യന് സ്വൈരവും സമാധാനവും ഉണ്ടാകട്ടെ. ബാക്കി എന്തില്ലെങ്കിലും ആളുകൾ സഹിക്കും. ഈ വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ സർക്കാരിൻ്റെ വെറുക്കും. മിക്കവാറും സർക്കാരുകളുടെ പരാജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് പോലീസിൻ്റെ കെടുകാര്യസ്ഥതയാണ്.